ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചതിക്കാൻ സാധ്യതയുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടോപ്പിക്സ് ഇതിനു മുമ്പ് അധികം ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 3 സയൻസ് ഉണ്ട്. ആ 3 സയൻസ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒട്ടുമിക്ക സ്ത്രീകളും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് അവരുടെ പല ഇഷ്ടങ്ങളും വേണ്ട എന്ന് വെക്കുന്നവരും ഉണ്ട്. എന്നാൽ ചിലരുണ്ട്, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, വളരെ ചുരുക്കം സ്ത്രീകളുടെ കാര്യമാണ്. അവര് ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ വേറെ റിലേഷൻഷിപ്പ് തേടി പോവുകയും എന്നാൽ കൂടെയുള്ള പാർട്ട്ണറിന് അവർ ചതിക്കുവാണെന്ന് മനസ്സിലാകത്തും ഇല്ല. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അന്ധമായിട്ട് വിശ്വസിക്കുകയും ലാസ്റ്റ് ചതിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമായിരിക്കും അവർ തന്നെ ഇത്രയും നാളും ചതിക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാവുക. ഇങ്ങനെയുള്ള സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്സ് ഉണ്ട്. അപ്പോൾ ഈ 3 ടിപ്സും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആർഭാടം കാണിക്കുന്ന സ്ത്രീകളാണ്. ഇതിപ്പം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും ഇനി അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം. അതായത് കയ്യിൽ എപ്പോഴും കുറേ ക്യാഷ് വേണം, ഒരുപാട് സ്വർണം ഇട്ട് നടക്കണം, കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കണം, അതിപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വേണം, ഡയമണ്ട്സ് ഒരുപാട് മേത്തുണ്ടാവണം, അതിപ്പോൾ മൂക്കൂത്തി മുതൽ പാദസരം വരെ ഡയമണ്ടിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ വിലക്കൂടിയ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന സ്ത്രീകള്, ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരിക്കലും ആ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെടത്തില്ല. അവരുടെ സമ്പത്തിനെയും പണത്തിനെയും മാത്രമായിരിക്കും അവര് ഇഷ്ടപ്പെടുക. നമ്മുടെയൊക്കെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളെ ഒലിപ്പീരെന്ന് പറയും. അതായത് ഒലിപ്പിച്ചിങ്ങനെ നടക്കുക എന്ന് പറയും. അതായത് അവരുടെ ആവശ്യം കാണാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. അതിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ്. അത് പൊതുവെ ആൺകുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാകണം എന്നില്ല. അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ ചതിച്ചിട്ട് പോകുമ്പോഴായിരിക്കും പൊതുവെ അവർക്കത് മനസ്സിലാവുക, ഇവര് ചതിക്കുമായിരുന്നു എന്നുള്ളത്. അതായത് എപ്പോഴും ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളെ കൂടെ നടത്തിക്കുകയാണ്. അവർക്ക് മിക്കവാറും ബ്യൂട്ടി പാർലറിൽ പോകണം, മുടി സ്ട്രെയിറ്റ് ചെയ്യണം, മുടിക്ക് കളർ ചെയ്യണം, ഇങ്ങനെ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുകയും അവരുടെ റീചാർജ് തുടങ്ങിയ അവരുടെ സർവ്വ ചെലവുകളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. പിന്നെ ചില സ്ത്രീകളുണ്ട്, പൈസ ചോദിച്ച് വാങ്ങിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പണം വാങ്ങിക്കും. കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ഒന്നും ആയിരിക്കില്ല അവർ ചോദിക്കുക, അത്യാവശ്യം ഹൈ എമൗണ്ട് തന്നെയായിരിക്കും അവർ ചോദിച്ച് വാങ്ങിക്കുക. ഇങ്ങനെയുള്ള സ്ത്രീകൾ എപ്പോഴും, അതായത് ഇപ്പോൾ ആർഭാടത്തിന്റെ പുറകെ നടക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ഒരാളെ സ്നേഹിക്കില്ല. അവർക്ക് വേണ്ടത് പണമാണ്. ഇന്ന് നിങ്ങളെ സ്നേഹിച്ചു, നാളെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വേണ്ട എന്ന് വെക്കുകയും ആ പുതിയ ഒരാളെ കിട്ടുമല്ലോ അവരുടെ പുറകെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആർഭാടത്തെ സ്നേഹിക്കുകയും ആർഭാടം കാണിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ പാർട്ട്നേഴ്സ് ആയിട്ടൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. നമുക്കറിയാം, പൊതുവെ ബോയ്സും ഡ്രഗ്സ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഗേൾസും ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്. ഈ സ്ത്രീകൾക്ക് ഡെയിലി ഡ്രഗ്സ് ആണ് അവരുടെ ലോകം. അതായത് അവർക്ക് ഡ്രഗ്സ് ഇല്ലാതെ പറ്റത്തില്ല. അതിന് മാത്രമായിരിക്കും അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് മതി ബാക്കിയുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ലവ് എന്താണെങ്കിലും, ഡ്രഗ്സ് കഴിഞ്ഞിട്ട് മതി എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരെ സ്നേഹിക്കുന്നത് നിങ്ങളല്ല, ഡ്രഗ്സിനോടും സാധനങ്ങളോടൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അവർക്ക് ഒരിക്കലും റിലേഷൻഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ ആ ട്രൂ ലവിൻ്റെയോ ഇതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് അവർക്ക് അറിയത്തുമില്ല, അവരിട്ടത് കൊടുക്കത്തുമില്ല. ഇങ്ങനെ ഒരു മോറൽ വാല്യൂസ് ലവിനും റിലേഷൻഷിപ്പിനും ഫാമിലിക്കും ഒന്നും കൊടുക്കില്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുമ്പോട്ട് നിങ്ങളുമായിട്ട് പോകാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പ് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളൊക്കെ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോയ്സ് ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടുള്ള സ്ത്രീകളാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഗേൾസിനാണെങ്കിൽ ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, അതേപോലെ തന്നെ ബോയ്സിന് ഒരുപാട് ഗേൾസ് നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരും ഉണ്ട്. ആൺസുഹൃത്തുക്കൾ ഉള്ളവരൊക്കെ മോശക്കാരാണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഗേൾസിനാണെങ്കിൽ ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, പിന്നെ ബോയ്സിനാണെങ്കിൽ ഒരുപാട് ഗേൾസ് ആങ്ങളെയും പെങ്ങളെ പോലെ കാണുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരു ലോകമാണ് ഇന്നത്തേത്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവണം. അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണ്,
നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ അത് പെട്ടെന്ന് ബാക്കിയുള്ള ആൺസുഹൃത്തുക്കളോട് മാത്രം വിളിച്ചു പറയുകയും അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴക്കുകളും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിപ്പോൾ ഫാമിലിയെ മാറ്റേഴ്സ് ആണെങ്കിൽ ആ കാര്യങ്ങൾ ഒക്കെ മറ്റാൺ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിലേക്ക് മൂന്നാമതൊരാളെ പുറത്തുനിന്ന് ഇൻവോൾവ് ചെയ്യിക്കുന്ന അത്രയ്ക്ക് നല്ലൊരു കാര്യമല്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും പുറത്തുനിന്ന് ഒരു ആൺ സുഹൃത്തിനെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ അകത്തേക്ക് വലിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചതിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ഗേൾസിനാണെങ്കിൽ ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ട്, ബോയ്സിനാണെങ്കിൽ ഒരുപാട് ഗേൾസ് സ്വന്തം പെങ്ങളെ പോലെ കാണുന്നവരുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ആൺ സുഹൃത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള റിലേഷനും ലവും എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകൾ. അവരുടെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, എല്ലാവരുടെയും കാര്യമല്ല. വളരെ റെയർ ആയിട്ടുള്ള സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള ഗേൾസൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ഫേക്കായിട്ട് സ്നേഹിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.